ദിവ്യഗർഭം ഉണ്ടായത് ബീഹാറില. അതിന് നിങ്ങൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടി പിരിവെടുത്ത്. ബിനോയ് കൊടിയേരിയുടെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ശ്രീ KS അരുൺകുമാർ, ഇവിടെ ഈ പരാതി പഴയതാണ്. ഇത് കോടതിയിൽ കയറി അതിൽ അന്വേഷണം പോലീസ് നടത്തി. ഇനി ഒന്നുമില്ല, അതിൽ പരിശോധിക്കാൻ കഴമ്പില്ലാത്തതുകൊണ്ട് കോടതി തന്നെ വെറുതെ വിട്ടതാണ് കൃഷ്ണകുമാറിനെ എന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ വിശദീകരണത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ഒരു പരാതി പോലീസിന് കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല. അതുപോലെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ മുന്നിലും ഒരു പരാതിയുമില്ല. 2 ദിവസം മുമ്പ് 25/8 BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് പരാതി കൊടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. 25/8 BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുക്കുന്ന പരാതി 26/8 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നു ഒരു ബോംബ് പൊട്ടും. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി കൊടുത്താൽ പിറ്റേ ദിവസം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് അതിനെക്കുറിച്ച് അറിവ് ഉണ്ടാകുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 2012 ഏകദേശം 10-13 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു സിവിൽ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള പ്രൊസീഡിംഗ്സ് നടക്കുന്നു. അവസാനം ആ കോടതി വിധി പറഞ്ഞു 324 അടക്കമുള്ള ഒഫൻസ് ആണ്. അതിൽ പ്രതിയെ വെറുതെ വിട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ, നന്ദി പ്രിൻസി, 1000 നന്ദി. അതുകൊണ്ട് BJP സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്ത പരാതി ഏതായാലും പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. സുവമോട്ടോ കേസെടുക്കാൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് നിയമപരമായി പോലീസിനോ മജിസ്ട്രേറ്റ് കോടതിക്കോ സെഷൻസ് കോടതിക്കോ പരാതി കേസെടുക്കാൻ കഴിയാത്തതാണ് എന്ന് എന്തുകൊണ്ടാണ് അരുൺ പറയുന്നത്? കാരണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു ലിമിറ്റേഷൻ ഉണ്ട് ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു കുറ്റകൃത്യം നടന്നാൽ നിശ്ചിത കാലത്തിനുള്ളിൽ ആ പരാതി കൊടുക്കണം. അപ്പൊ അതിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CRPCയിലെ 468 മറ്റു വകുപ്പുകളുമെല്ലാമാണ്. അപ്പോൾ ഏത് തരത്തിൽ ഗ്രാവിറ്റിയുള്ള ഒഫൻസ് ആണ്, അതിനെന്താണ് ഇത്ര ഡിലേ വന്നിരിക്കുന്നത്? 10-12 കൊല്ലമൊക്കെ ഡിലേ എന്ന് പറഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ഡിലേ പോലും പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണം. ചന്ദ്ര, എന്തോ ചിലപ്പോ തോന്നും നീ ഒരു ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഇപ്പൊ ചില മാധ്യമങ്ങളിൽ വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ചില വീഡിയോ ക്ലിപ്പിംഗും ചാറ്റിംഗും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായി കോടതിയുടെ മുന്നിലാണ് അല്ലെങ്കിൽ പോലീസിലാണ് പരാതി കൊടുക്കേണ്ടത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കണം എന്ന മാധ്യമങ്ങൾ പോലും അവരോട് സൂചിപ്പിക്കുന്നില്ല. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. അരുൺ പറയുന്നതിൽ ഭാഗികമായൊരു ശരിയുണ്ട്. ഇത് കോടതി കയറിയിട്ടുള്ളതാണ് ഈ വിഷയം എന്നത് ഭാഗികമായൊരു ശരിയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് പറയാൻ കഴിഞ്ഞില്ല എന്ന കാര്യവും പരിശോധിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്ന് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായല്ലോ. കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ പാലക്കാടിന്റെ സവിശേഷത, പാലക്കാട് ആരുടെ പിടിയിൽ, ആർക്കാണ് അവിടെ സ്വാധീനമുള്ളത്, അതിന്റെയൊക്കെ സമ്മർദ്ദം എത്രത്തോളം, ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് സന്ദീപ് വാര്യരെ പറ്റി പ്രതികരിക്കുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇപ്പോൾ അങ്ങേക്ക് അറിയുന്നത് പോലെ ബ്രിജ് ഭൂഷണെതിരെ വന്ന ഏറ്റവും ശക്തമായ ഒരു പരാതി പോക്സോ കേസായിരുന്നല്ലോ. ഈ ബ്രിജ് ഭൂഷണുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് കൊടുത്ത ഇരയുടെ നിലപാട് ഇപ്പോൾ എന്താ? അങ്ങേക്ക് അറിയാമല്ലോ അരുൺ. എനിക്കറിയില്ല. ആ ഇര പറയുകയുണ്ടായി അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല എന്ന്. ആ പിതാവ് പറയുകയുണ്ടായി പോലീസ് അന്വേഷണം നന്നായി നടന്നുവെന്ന്. സ്വാഭാവികം. അരുൺ കരുതുന്നുണ്ടോ ബ്രിജ് ഭൂഷൺ ആ കാര്യത്തിൽ ശരിയായിരുന്നു, യഥാവിധി കാര്യങ്ങൾ പറയാതിരിക്കുകയായിരുന്നു ആ പോക്സോ കേസിൽ ഇരയും അവരുടെ രക്ഷിതാവുമെന്ന് അരുണിന് അഭിപ്രായമുണ്ടോ? ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് ഈ കേരളത്തിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറണം, തെന്നി മാറ്റണം, തെന്നി മാറ്റിക്കും. അതിനുവേണ്ടി ചില നമ്പറുകളുമായിട്ട് കോൺഗ്രസ് ഇറങ്ങി തിരിച്ചു. ശ്രീ ഉമാ തോമസ് പറഞ്ഞ വാചകം, എന്റെ വീട്ടിൽ 1.5 വയസ്സുള്ള പെൺകുട്ടികളുണ്ട്, കൊച്ചുമക്കളുണ്ട്. എങ്ങനെ? ഞാൻ ബാക്കി പറയുന്നില്ല. അത് ഇപ്പൊ തന്നെ പുറത്താക്കണം. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞ അതേ വാചകം തന്നെയാണല്ലോ CPM അടക്കം പറഞ്ഞത്. അപ്പോഴേക്കും ഇന്നലെ വന്ന് പ്രതിപക്ഷ നേതാവ് പറയാണ് ബോംബുണ്ട്, ഇപ്പൊ പൊട്ടും, അത് മറ്റത് മറിച്ചത്. ആ മുഖഭാവവും ആ മുഖത്ത് നവരസങ്ങളിൽ പെടാത്ത ചില രസങ്ങളൊക്കെ നമ്മൾ കണ്ടു. CPMന്റെ പ്രതിനിധി ഇന്നിപ്പോ BJPയുടെ ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്തത് നന്നായി. കാരണം രണ്ടുപേർക്കും കൂടി സമയം കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അരുൺകുമാർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റാൻഡ് കൂടി.
ഇപ്പൊ BJPക്ക് ഔദ്യോഗികമായി പ്രതിനിധി ഇല്ല എന്നുള്ള പരാതി ഇല്ല എന്നുള്ള വാദം സ്വാഭാവികമായിട്ടും BJP പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് CPM-ന്റെ പ്രതിനിധി കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഇന്ന് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപം പൊതുമധ്യത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മൗനത്തിലായത് ആ വിഷയത്തെ കുറിച്ചിട്ട് CPM ആണ്. അയ്യോ ഞാനോ? മനസ്സാ വാചാ കർമ്മണ BJP-ക്കാർ അതിനെ എതിർത്ത് പ്രതികരിച്ചു. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകളും ആ കാര്യത്തിൽ പ്രതികരിച്ചു. മാധ്യമങ്ങൾ പ്രതികരിച്ചു. ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പ്രതികരിക്കാത്ത ഒരേ ഒരു പാർട്ടി കേരളത്തിൽ CPM ആണ്, പിണറായി വിജയന്റെ പാർട്ടിയാണ്. അല്ല, ഒന്നാമത്തെ ബോംബ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ കണ്ടില്ല. അരുൺകുമാർ പറയട്ടെ. കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വരും, ഞെട്ടുന്ന പലതും പുറത്തു വരുമെന്ന് പറഞ്ഞത് അത് സത്യമാണ്. കേരളം ഞെട്ടുന്നതാണ്. പക്ഷേ CPM-കാർ മാത്രം ഇത്തരം കാര്യങ്ങൾ ഞെട്ടാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോടതി വിട്ടത് കൊണ്ടാണ് കൃഷ്ണകുമാറിനെ CPM വിട്ടുകളയുന്നത്. കോടതി വിട്ടുകളഞ്ഞ കേസാണ് സോളാർ കേസ് അല്ലേ? അപ്പൊ ഇപ്പോഴും നിങ്ങൾ സോളാർ കേസിന്റെ പേരിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെ നിങ്ങൾ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങളുടെ നേതാക്കന്മാർ പണം ഓഫർ ചെയ്ത് ഗണേഷ് കുമാറിനെ കൊണ്ട് ഇടപെടൽ നടത്തിച്ച് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടിക്കൊടുത്ത് ഉമ്മൻചാണ്ടിയെ അടക്കം പെടുത്തിക്കൊണ്ട് CBI അന്വേഷണത്തിന് പിണറായി വിജയൻ ശുപാർശ ചെയ്ത ആ സോളാർ കേസ് കോടതി വെറുതെ വിട്ടിട്ടും കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ നിരവധി തവണ ഇപ്പോഴും ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ എന്തുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ ഒരു വാക്ക് കൊണ്ടുപോലും പ്രതിഷേധിക്കാൻ CPM-ന്റെ പ്രതിനിധിക്ക് കഴിയാത്തത്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അത് CJP എന്നുള്ള മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പരാതിക്കാരി വേണ്ടത്ര ജാഗ്രതയോടുകൂടി ആദ്യ പരാതി സിവിൽ കേസും മറ്റ് ക്രിമിനൽ കേസും കൊടുത്ത കൂട്ടത്തിൽ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്ന്. ഒരു പരാതിക്കാരിക്ക് ലൈംഗിക അധിക്ഷേപവും അക്രമവും നേരിട്ടതിനെ കുറിച്ചിട്ട് എപ്പോ പ്രതികരിക്കണമെന്ന് CPM മാറ്റി ചിന്തിച്ചു തുടങ്ങിയത് കൃഷ്ണകുമാറിന്റെ പരാതി വന്നപ്പോഴാണോ? അന്ന് പോലീസിനോട് മൊഴി കൊടുത്തു, അക്കാര്യത്തിൽ വേണ്ടത്ര അതിനനുസരിച്ചുള്ള വകുപ്പിട്ടില്ല എന്ന് പരാതിക്കാരി പറയുന്നു. അതിനുശേഷം BJP-യുടെ നേതാക്കന്മാർ RSS-ന്റെ നേതാക്കന്മാർ സഹായിക്കുമെന്ന് പറഞ്ഞു, സഹായിച്ചില്ല. പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ സഹായം അഭ്യർത്ഥിച്ച് കത്ത് കൊടുത്തു. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അങ്ങനെ ഒരു കത്തും പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കത്ത് KPCC പ്രസിഡന്റിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കൊടുത്തതിന്റെ ഏതെങ്കിലും ഒരു കത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത്? നിങ്ങൾ ഏത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? ഓൺലൈനിൽ വന്ന ശബ്ദ സന്ദേശങ്ങളുടെ പുറത്തോ? അരുൺ പറഞ്ഞ ഒരു കാര്യം, സ്വമേധയാ കൃഷ്ണകുമാറിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ എങ്ങനെയാ കേസെടുത്തത്? ആരാണ് പരാതിക്കാരി? എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത്? ഇനി രക്ഷയില്ല. ഇനി ഈ ശബ്ദ സന്ദേശങ്ങളുടെ പുറത്താണ് കേസെടുത്തതെങ്കിൽ ആ ശബ്ദ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് ആണെന്ന് എന്ത് തരം ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്? നമ്മൾ ഈ നാണം കേട്ടല്ലോ. ശാസ്ത്രീയ പരിശോധനകളില്ലാതെ, പരാതിക്കാരിയില്ലാതെ, അടിസ്ഥാന വിവരങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം കേസെടുക്കുകയും BJP നേതാവിനെ വെറുതെ വിടുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് പറയേണ്ടി വരും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? BJP നേതാക്കന്മാർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ കേരളത്തിലെ പോലീസിന്റെ മുട്ടിടിക്കും. കാരണം 9 വർഷമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് RSS-കാരാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അങ്ങനെയാണെങ്കിൽ PK ശശിയുടെ, മുകേഷിന്റെ, ഗണേഷിന്റെ, ശശീന്ദ്രന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തോമസ് ഐസക്കിന്റെ, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ, കടകംപള്ളി സുരേന്ദ്രന്റെ ഒക്കെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ.